ബംഗാൾ, ആസാം, തമിഴ്നാട്, കേരളം ഇങ്ങനെ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനം പുതുച്ചേരി ഉൾപ്പെടെ 5 സംസ്ഥാനമുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഈ 4 സംസ്ഥാനങ്ങളിലും സ്വിയറിംഗ് ഇൻ സെറിമണി കഴിഞ്ഞു. ആരെങ്കിലും അസമിലും ബംഗാളിലും സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ വന്ദേമാതരം ചൊല്ലിയോ എന്ന് അന്വേഷിച്ചോ? അതിലാർക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നില്ലല്ലോ. ഞെട്ടിക്കുന്നൊരു സത്യം, അസമിലും ബംഗാളിലും ഈ പറയുന്ന വന്ദേമാതരം ആലപിക്കാതെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഇത് നടന്നത് വന്ദേമാതരം ആലപിച്ച 2 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ്. ഈ രണ്ടും നോൺ BJP ഗവൺമെൻറ്റുകളാണ് അധികാരത്തിൽ വരുന്നത്. ഇനി വേറൊരു കൗതുകം, ഈ 2 സംസ്ഥാനങ്ങളിലെയും ഗവർണർ ഒരാളാണ്, രാജേന്ദ്ര അർലേക്കറാണ്. ഓക്കെ, രാജേന്ദ്ര അർലേക്കർ ആരാണ്? കടുത്ത RSSകാരനാണ്. സാധാരണ ഗവർണർ അനുസരിച്ച ആളെ പോലെയല്ല, വർഷങ്ങളായി RSS പാരമ്പര്യത്തിൽ വളർന്നു വരുന്ന ഒരാളാണ്. യെസ്, അപ്പോൾ രാജേന്ദ്ര അർലേക്കർ എന്ന ഗവർണർക്കാണ് എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ പൂർണ്ണ ചുമതല. ഈ പൂർണ്ണ ചുമതല എന്നിരിക്കെ രാജേന്ദ്ര അർലേക്കർ എന്ന RSSകാരനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല, അതിലും കൂടിയ സംഖ്യയാണ്. അങ്ങനെ ഒരു ഗവർണർ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു രാഷ്ട്രീയ ജാഗ്രത UDFനോ കോൺഗ്രസിനോ VD സതീശനോ അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ തെളിഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയ ജാഗ്രത ഉണ്ടായില്ല. ആ രാഷ്ട്രീയ ജാഗ്രത അവരെവിടെയാണ് പ്രകടിപ്പിച്ചത്? രാഹുൽ ഗാന്ധിയെ സ്റ്റേജിൽ കയറുന്ന കാര്യത്തിലും ആ സ്റ്റേജിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അല്ലാത്തവർ ഇരുത്തണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആ ജാഗ്രത ഉണ്ടായി. കാരണം ഈ പരിപാടിയുടെ മുഴുവൻ പ്രോട്ടോക്കോൾ നിശ്ചയിക്കുന്ന ഗവർണറാണ്, രാജ്ഭവനാണ്, ലോക്ഭവനാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെയും മറ്റുള്ളവരെയൊക്കെ കയറ്റണം, പിണറായി വിജയനെയൊക്കെ കയറ്റണം എന്ന കാര്യത്തിൽ അവർക്ക് ആ ജാഗ്രത ഉണ്ടായി. അതിൽ ഗവർണറുടെ പ്രോട്ടോക്കോളിനെ ലംഘിക്കാനും അവിടെ തർക്കിക്കാനും അവരുമായി ഡിബേറ്റ് ചെയ്യാനും ആര് തയ്യാറായി? VD സതീശനും കൂട്ടരും തയ്യാറായി. പക്ഷേ ഈ വന്ദേമാതരത്തിൻ്റെ കാര്യം അവർക്കറിയില്ലേ? കഴിഞ്ഞ 6 മാസമായി രാജ്യത്ത് ഡിബേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വന്ദേമാതരത്തിൻ്റെ ഇമ്പോസിഷൻ എന്നിരിക്കെ ഇത് ഞങ്ങൾ ഈ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ, 6 സ്റ്റാൻസ് ഇവർ പാടുമല്ലോ, ഇവരതിനു വേണ്ടിയാണല്ലോ ഇത് ഉൾപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത ഇവർക്ക് ഉണ്ടാവണ്ടേ? അതെന്തുകൊണ്ടുണ്ടായില്ല? അതാണ് റിയാസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതായത് ഗവർണറുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് വന്ദേമാതരം പാടിയത്, ശരി, അതിലൊരു തീരുമാനത്തിന് UDFനോ കോൺഗ്രസിനോ VD സതീശനോ ഒന്നൊരു പങ്കുമില്ല. പക്ഷേ ഈ സ്റ്റേജിൽ നടക്കുന്ന പരിപാടിയുടെ ഓർക്കസ്ട്രേഷനിൽ അവർക്ക് സംശയം ഉന്നയിക്കാനും അതിൽ ഗവർണറുടെ എതിർപ്പ് ഉന്നയിക്കാനും അവർക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല? ഇതൊരു ക്വസ്റ്റ്യനാണ്. കാരണം വന്ദേമാതരത്തെക്കുറിച്ച് കോൺഗ്രസ്സിന് പതിറ്റാണ്ടുകളായി പരമ്പരാഗതമായുള്ളൊരു നിലപാടുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് മാത്രമേ പാടേണ്ടതുള്ളൂ, മറ്റ് സ്റ്റാൻസുകൾ സർവാംഗീകൃതം അല്ല, എല്ലാവർക്കും സ്വീകാര്യമല്ലാത്തതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പേ കോൺഗ്രസ് ത്യജിച്ച ഒരു കാര്യമാണ്. അത് ഇവരുടെ മേൽ, കോൺഗ്രസിന് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു തരം ക്രൂരമായ സാഡിസ്റ്റിക് പൊളിറ്റിക്കൽ മെൻറ്റാലിറ്റിയാണ്. ആ പൊളിറ്റിക്കൽ മെൻറ്റാലിറ്റി രാജേന്ദ്ര അർലേക്കറിന് മുതൽ ഇവിടുത്തെ സുമേഷ് കാവിപ്പടയ്ക്ക് വരെയുണ്ട്. ഒരു കന്നഡ വെച്ചൊരു സംഘീയ നിരീക്ഷകൻ പോസ്റ്റ് ചെയ്തത് ഈ വന്ദേമാതരം പാടുമ്പോൾ സ്റ്റഡിയായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ ഫോട്ടോ വെച്ചിട്ടാണ് അയാൾ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതേ സെയിം മനോഭാവമാണ് ഗവർണർ അർലേക്കറുള്ളത്. ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത വേണമെന്നാണ് റിയാസ് പറയുന്നത്. അപ്പോൾ ബംഗാളിലും അസമിലും അവർക്ക് പ്രശ്നമില്ലാത്ത വന്ദേമാതരം തമിഴ്നാട്ടിലും കേരളത്തിലും എന്തിനും അടിച്ചേൽപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? ആ ക്വസ്റ്റ്യൻ ചോദിക്കപ്പെടണ്ടേ? അത് ഉന്നയിക്കപ്പെടണ്ടേ? അത് ഗവർണറോട് ചോദിക്കണ്ടേ? അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ എന്തിനാണ് ഇതെന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കാനുള്ള മാൻഡേറ്റ് കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ 102 MLAമാരുമായിട്ട് UDFന് നൽകിയിട്ടുള്ളത്. അതെന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ വന്ദേമാതരത്തിൻ്റെ ലീഗൽ സ്റ്റാറ്റസിനെ പറ്റി നമ്മൾ നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതെന്തുകൊണ്ട് കോൺട്രവേഴ്ഷ്യൽ ആവുന്നു, അതെന്തുകൊണ്ട് സർവാംഗീകൃതമാവുന്നില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് ഒരിക്കൽ കൂടി ഞാൻ പറയാം. വന്ദേമാതരം എന്ന സോങ് ഉണ്ടാവാൻ ഇടയായ കാരണം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് മുമ്പ് ഈ പറയുന്ന ഭാരത് മാത എന്ന സങ്കല്പം ഉയർന്നു വരുന്നു. ഭാരത് മാത എന്ന സങ്കല്പം തന്നെ ഇന്ത്യൻ സങ്കല്പമല്ല, അത് ബ്രിട്ടാനിക്ക എന്ന ബ്രിട്ടീഷ് സങ്കല്പത്തിൽ നിന്ന് വരുന്നതാണ്. ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് എംപയറിനെ ഒരു സ്ത്രീയായി ഗണിച്ചുകൊണ്ടുള്ളൊരു കാവ്യസങ്കല്പമാണ്. അതിൽ നിന്ന് കടം കൊണ്ടതാണ് ഈ ഭാരത് മാത എന്ന സങ്കല്പം. അതൊട്ടും ഭാരതീയമല്ല ഭാരത് മാത എന്ന സങ്കല്പം. അപ്പോൾ ഈ ഭാരത് മാത എന്ന സങ്കല്പം പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിക്കുകയും, അപ്പോൾ ഭാരത് മാതായ്ക്ക് വേണ്ടി ഒരു ഗാനം വേണമെന്ന് പറയുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് ഇത് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അഡോപ്റ്റ് ചെയ്യുന്നത് വരെ ബംഗാളിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു നോവൽ അത്ര പ്രശസ്തമല്ല, ഇന്ത്യയിൽ ആരും വായിച്ചിട്ടില്ലാത്ത, അധികം വായിക്കപ്പെടാത്തൊരു നോവലാണ്. ആ നോവൽ ഇത് അഡോപ്റ്റ് ചെയ്തതോടുകൂടി ഈ വരികളിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടി പലരും, മുസ്ലിം ലീഗ് ഉൾപ്പെടെ എതിർപ്പ് ഉയർത്തിയപ്പോൾ ഈ നോവൽ കൂടി ചർച്ചയായി. ഈ നോവൽ അതിലും വലിയ പ്രശ്നമാണ്. ഈ നോവലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 18ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ബ്രിട്ടീഷ് എംപയറിനെതിരെ നടന്നിട്ടുള്ള വലിയ റെബലിയനുണ്ട്. ബംഗാളിൽ നിന്നുള്ള റെബലിയൻ. ആ റെബലിയന് നേതൃത്വം കൊടുത്തത് ഹിന്ദു സന്യാസിമാരും മുസ്ലിം ഫക്കീർമാരും ഒരുമിച്ചാണ്. ഇവരൊരുമിച്ച് അവിടുത്തെ ബംഗാൾ നിസാമിനും ബ്രിട്ടീഷ് എംപയറിന് നടത്തി വലിയ സായുധ കലാപമുണ്ട്. ആ സായുധ കലാപത്തിൻ്റെ പ്ലോട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതുന്നത് 19ാം നൂറ്റാണ്ടിലാണ്, 18ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്.
ഈ ഹിന്ദു മുസ്ലിം സന്യാസിമാർ ഒരുമിച്ച് നടത്തിയ സായുധ വിപ്ലവത്തെ ബങ്കിംചന്ദ്ര ചാറ്റർജി വക്രീകരിച്ച് അത് എന്താണ് നൈസാമിനെതിരെ ഹിന്ദു സന്യാസിമാരുടെ റബലിയനാക്കി മാറ്റി. ഇതാണ് ഇതിൽ ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് ഈ ബങ്കിംചന്ദ്ര ചാറ്റർജിയിൽ നിന്ന് ഒരു വര നേരെ വരച്ചാൽ അത് ഇന്നത്തെ RSSലാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കോൺട്രവേഴ്ഷ്യലായ ഒരു കൃതിയിൽ നിന്ന് കോൺട്രവേഴ്ഷ്യലായ ഒരു ഗാനം എടുത്തിട്ടാണിത് കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇതിനുവേണ്ടി വാദിച്ചവരുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരും അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും സർവാംഗീകൃതമായ ദേശീയഗാനമാക്കി മാറണമെങ്കിൽ അതിലെ വിവാദപരമായ സ്റ്റാൻസ് ഒഴിവാക്കി അത് 2 സ്റ്റാൻസ് ഉപയോഗിക്കാം എന്നാണ് തീരുമാനിച്ചത്. അതിന് ഭരണഘടനാ പദവി ഇപ്പോഴുമില്ല, നിയമപരമായ പദവിയില്ല, ആകെയുള്ളത് എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് ഇമ്പോസിഷനാണ്. എവിടെ? തമിഴ്നാടിൻ്റെയും കേരളത്തിലെയും തലയിലേക്ക് ഇമ്പോസിഷൻ ചെയ്യുകയാണ്. വിജയ്ക്ക് അത് തിരിച്ചറിയാനുള്ള എന്തില്ല, രാഷ്ട്രീയ പക്വത അദ്ദേഹത്തിനില്ല. DMK അതോടെ വലിയ പ്രശ്നമാക്കി. DMK അത് ചൂണ്ടിക്കാട്ടി. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വന്ദേമാതരം ആദ്യം ചൊല്ലി, ദേശീയഗാനം ചൊല്ലി, പിന്നീടാണ് അവർ തമിഴ് ദേശീയഗാനം ചൊല്ലിയത്. അതാണ് അവർ ചൂണ്ടിക്കാട്ടി. സാധാരണ തമിഴ്നാട്ടിലെ ചടങ്ങുകളിലെ പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം പാടുന്നത് തമിഴ് ദേശീയഗാനമാണ്. അതാണ് അവർ പ്രശ്നമാക്കിയത്. പിന്നെ ആഥവ് അർജുന TVKയുടെ നേതാവ്, അദ്ദേഹം അത് വിശദീകരിച്ചു. എന്തൊക്കെയോ പറഞ്ഞ് വിശദീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവിടെ വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റാണ്. ഇവിടെ ആകെ മുഹമ്മദ് റിയാസിന് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ. വേറെ പ്രതിപക്ഷത്തു നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗവർണർ പിണറായി വിജയനോട് എത്രമാത്രം അനിമോസിറ്റി കാണിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി UDFനോട് കാണിക്കും. അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് സതീശൻ പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. അതിൻ്റെ ഒരു കാരണം ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കാനുള്ള ഈ പറയുന്ന വന്ദേമാതരം ചൊല്ലുമ്പോൾ മൂകസാക്ഷികളായി ചുണ്ടനക്കാതെയൊക്കെ നിൽക്കാം എന്ന് കരുതിയിട്ട് അതങ്ങോട്ട് ഒരു നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആവാമെന്നുള്ളതാണ് UDFൻ്റെയും സതീശൻ്റെയും പ്ലാനെങ്കിൽ അത് ജനങ്ങളത് തിരുത്തും. കോൺഗ്രസ്സുകാർ തന്നെ തിരുത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കോൺഗ്രസ്സുകാർക്കുള്ള പ്രശ്നം വെച്ചാൽ വന്ദേമാതരം അവർക്ക് കൂടി ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ളൊരു ഗാനം കൂടിയാണ്. അവർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് അവർ ഉപയോഗിച്ചുള്ളത് ഇത് ഞങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഞങ്ങളുടെയാക്കാൻ ശ്രമിക്കും. അപ്പോഴും ഈ ചില പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ദേശീയ തലത്തിൽ അവർ സ്വീകരിച്ചുള്ള നിലപാടല്ല ഇത് ഒന്ന്.